നടി അൻസിബയുടെ പരാതിക്ക് പിന്നാലെ കൊച്ചിയിലെ അമ്മ ആസ്ഥാനത്ത് താരസംഘടനയുടെ മൊഴിയെടുപ്പ്. നടൻ ടിനി ടോം ഓഫീസിലെത്തി മുഖ്യമന്ത്രിക്കും DGPക്കും നടി അൻസിബ ഹസൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടി ലക്ഷ്മിപ്രിയയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. തൃക്കാക്കര ACP ഓഫീസിലാണ് ലക്ഷ്മിപ്രിയ എത്തിയത്. തെളിവുകൾ ഉണ്ടാവില്ലെന്ന ഉറപ്പിലാണ് അൻസിബ പരാതി നൽകിയത് എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. എനിക്ക് എൻ്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എൻ്റെ ശരിയിലൂടെ മാത്രമാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായൊരു അജണ്ടയുമില്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവർ പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അലിയാർ ചേരുന്നു. സൈഫുനിസ, ഗുരുതര ആരോപണങ്ങളാണ് അൻസിബ ലക്ഷ്മിപ്രിയക്കെതിരെയും SI ആയിട്ടുള്ള രേഷ്മയ്ക്കെതിരെയും ഉന്നയിച്ചത്. അതിലാണിപ്പോൾ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ലക്ഷ്മിപ്രിയയുടെ മൊഴിയെടുപ്പ് ഇന്ന് രാവിലെ 11 മണിക്കാണ് തൃക്കാക്കര ACP ഓഫീസിൽ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1:30 മൊഴിയെടുപ്പ് പൂർത്തിയായി. പ്രധാനമായും ലക്ഷ്മിപ്രിയ അവിടെ ഹാജരാക്കിയത് അന്ന് ഈ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അൻസിബ ഹസനെ വിളിപ്പിച്ച ദിവസം ഉള്ള ഫോൺ റെക്കോർഡാണ്. അതായത് അന്ന് ഈ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെയും അവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൊഴിയെടുക്കലിനായി. പക്ഷേ ഈ ഭർത്താവിന് അവിടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അതിന് പകരമായി ഫോണിൽ വിളിച്ചാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. അതായത് ഫോണിൽ അതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അതായത് ആ പോലീസിന് മുമ്പിൽ ACPക്ക് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും അൻസിബയെ ഏൽപ്പിച്ചിട്ടില്ലെന്ന് വെളിവാക്കുന്നതാണ് ആ ഓഡിയോ റെക്കോർഡ് എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്തായാലും ഈ പറയുന്ന ജനുവരിയിലാണ് അൻസിബയെ ചോദ്യം ചെയ്യലിനായി ഈ ഹിൽ പാലസ് പോലീസിലെ വനിതാ SI രേഷ്മ വിളിപ്പിക്കുന്നത്. അവിടെ രാവിലെ 11 മണിക്ക് എത്താനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ 10 മണിക്ക് അൻസിബ അവിടെ എത്തി. അതിനുശേഷം 11:15 ലക്ഷ്മിപ്രിയയും അവിടെ എത്തി. പക്ഷെ ഭർത്താവിന് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഫോണിൽ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇവിടെ നിന്ന് അവരെല്ലാവരും മടങ്ങുകയാണ് ചെയ്തത്. 12 മണിക്കാണ് ഈ മൊഴിയെടുക്കൽ അന്ന് ആരംഭിക്കുകയും ചെയ്തതാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്തായാലും ലക്ഷ്മിപ്രിയ കാര്യങ്ങളെല്ലാം പോലീസിന് ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ SI രേഷ്മയുടെ കൂടി ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. റിപ്പോർട്ടായി സമർപ്പിക്കാനാണ് നിലവിൽ തൃക്കാക്കര ACPയുടെ തീരുമാനം. അതിനിടെയാണ് ഇപ്പോൾ അമ്മ ഓഫീസിൽ അൻസിബ ഹസൻ നൽകിയിരിക്കുന്ന പരാതിയിൽ ടിനി ടോമിന്റെ മൊഴിയെടുപ്പ് നടക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് ഈ മൊഴി കേൾക്കുന്നത്. നേരത്തെ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരോട് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആരോപണ വിധേയാണ് കുക്കു പരമേശ്വരൻ എന്നുള്ളത് കൊണ്ട് തന്നെ കുക്കു ആ കമ്മിറ്റിയിൽ ഇല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആ മൊഴിയെടുക്കലിനില്ല. കുക്കു പരമേശ്വരൻ അല്പസമയം മുമ്പ് ഈ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ടിനി ടോം, കൈലാഷ്, ജോയ് മാത്യു തുടങ്ങിയവരാണ് ഈ അമ്മ ഓഫീസിൽ ഉള്ളത്. ടിനി ടോമിന്റെ ഭാഗം കേൾക്കാനാണ് ഇന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ലക്ഷ്മിപ്രിയയുടെ ഭാഗം കേൾക്കാനായി വിളിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻസിബ പ്രധാനമായും ടിനി ടോമിന് എതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപവാദ പ്രചരണം നടത്തിയെന്നും താൻ ജിഹാദിയാണ് എന്ന രീതിയിലൊക്കെ ടിനി ടോം പറഞ്ഞു പരത്തി എന്നുള്ളതാണ് ആരോപണമായി പറയുന്നത്. അതിലാണ് താൻ മനസ്സ് വിഷമിച്ചാണ് താൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതെന്നുമാണ് അൻസിബയുടെ പരാതി. പക്ഷേ അൻസിബയെ ഈ വിഷയത്തിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്ന് അമ്മ നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ മൊഴി നൽകാൻ അമ്മ നേതൃത്വത്തിന് മുൻപിൽ മൊഴി നൽകാൻ ഇപ്പോൾ അൻസിബ തയ്യാറായിട്ടില്ല. ഇതുവരെ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. അതായത് സുതാര്യമായ ഒരു കമ്മിറ്റി വന്നാൽ മാത്രമേ തൻ്റെ ഭാഗം കേൾക്കൂ എന്നുള്ളത് കൊണ്ടാണ് താൻ മൊഴി നൽകാൻ പോകില്ല എന്ന് പറയുന്നതെന്നാണ് അൻസിബ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ടിനി ടോമിന്റെ മൊഴിയെടുപ്പ് ഇവിടെ അമ്മ ഓഫീസിൽ നടക്കുകയാണ്. ശരി, കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.